ഇനിയും പറയാതിരിക്കാൻ കഴിയുന്നില്ല. അധ്യാപകർക്ക് വടി തിരികെ കൊടുത്താൽ കുട്ടികളെല്ലാം ഓക്കെയാകും, അടിച്ച് ശരിയാക്കി കഴിഞ്ഞാൽ എല്ലാം റെഡിയാവുമെന്ന് കരുതുന്നവരോട്, അത് പറയുന്നവരോട്, ഒരുപാട് ബിഹേവിയറൽ ഡിസോർഡറുകളും ലഹരിക്ക് അഡിക്റ്റായുള്ള ഒരുപാട് കേസുകളും ഹാൻഡിൽ ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, മാറ്റം വരുത്തേണ്ടത് അധ്യാപകരിലോ കുട്ടികളിലോ അല്ല, രക്ഷിതാക്കളിലാണ്. ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താണ് പോസിറ്റീവ് പാരൻറ്റിങ്? 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടിയുടെ പാരൻറ്റിങ് എന്ത്? 10 മുതൽ 20 വയസ്സ് വരെ, 20-ന് ശേഷമുള്ള പാരൻറ്റിങ്. ഈ പാരൻറ്റിങ് സ്റ്റൈലുകൾ അറിയാതെ നിരന്തര കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും താരതമ്യപ്പെടുത്തലും ഉപദേശങ്ങളും കൊണ്ട് കുട്ടികളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് പാരൻസ്, അവരെ ഒന്ന് കേൾക്കാൻ, അവരെ മനസ്സിലാക്കാൻ കഴിയാത്ത പാരൻസ്, എല്ലാം വാങ്ങിക്കൊടുത്ത് വാശി പിടിക്കുന്നതിനും പറയുന്നതിനും എല്ലാറ്റിനും നിന്നുകൊടുത്ത്, അതല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ നിന്നുകൊണ്ട്, അതിൽ കൂടുതൽ ഓവർ കെയർ കൊടുത്തുകൊണ്ട്, ഇതൊന്നുമല്ല കുട്ടികൾക്ക് വേണ്ട. മാനസിക ആവശ്യങ്ങൾ നിറവേറ്റണം, സ്നേഹം, പരിഗണന, അപ്രിസിയേഷൻ, ചേർത്ത് പിടിക്കൽ. ഒരുപാട് ഘട്ടങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നുണ്ട്. അവരിലുണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചസ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദേഷ്യവും വാശിയും എല്ലാം ഉള്ള കുട്ടികളെ അത് കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും, ചെറിയ കുട്ടിയല്ലേ എന്ന് പറയുന്നതിന് പകരം അമിതമായ വികൃതിയും ദേഷ്യവും ഒരുപക്ഷെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആയിരിക്കാം. ഇതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അത് ODDയിലോട്ട് പോകാം, എതിർത്ത് സംസാരിക്കാൻ തുടങ്ങാം, പിന്നീട് അത് കളവ് പറച്ചിലോട്ടാവാം, CD പോകാം. അതും കഴിഞ്ഞ് അവസാനത്തെ ഘട്ടമാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയിലോട്ട് എത്തുന്നത്, ലഹരിക്ക് അഡിക്റ്റായിട്ട് മാറുന്നത്. ഇതൊന്നും അറിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും കൊലകൾ നടക്കും. നിങ്ങളുടെ കുട്ടികളെ നിങ്ങളെ കഴുത്തറുത്തെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സിലബസിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും വലിയൊരു പാഠം പോസിറ്റീവ് പാരൻറ്റിങ് ആണ്. കുട്ടികൾക്ക് ബയോളജിയും ഇംഗ്ലീഷും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതിനൊപ്പം 1 അവർ അവരുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഓരോ ആളുകളോടും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നത് പഠിപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് നടത്തേണ്ടത് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അധ്യാപകർ, രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാഠം സിലബസിൽ ഉൾക്കൊള്ളുത്താൻ കഴിഞ്ഞാൽ പോസിറ്റീവ് പാരൻറ്റിങ്, ഓരോ സ്റ്റേജിലും കുട്ടികളെ മാനേജ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് പോസിറ്റീവ് പാരൻറ്റിങ്. ന്യൂ ജനറേഷൻ കുട്ടികളാവിടെ ന്യൂ ജനറേഷൻ പാരൻറ്റിങ് തന്നെ കൊടുത്തിരിക്കണം. ഇത് മാസത്തിൽ 1 തവണയെങ്കിലും സിലബസിൽ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ, ഒരു മാസത്തിൽ 1 ദിവസമെങ്കിലും ഒരു ക്ലാസ് കൊടുക്കാൻ കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ കഴിയും. നല്ലൊരു തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ.